ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ റിമാൻഡിലായ കെ പി ശങ്കരദാസിനെ ഇന്ന് ആശുപത്രി സെല്ലിലേക്ക് മാറ്റും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുക ജയിൽ ഡോക്ടറുടെ പരിശോധനയ്ക്ക് ശേഷം. ആരോഗ്യനില തൃപ്തികരമെങ്കിൽ ജയിലിലേക്ക് മാറ്റിയേക്കും. ഇന്ന് തന്നെ ജാമ്യാപേക്ഷ സമർപ്പിക്കാൻ ശങ്കരദാസ്. മൂന്നാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന് ഇന്ന് നിർണായകം. ജാമ്യാപേക്ഷ തിരുവല്ല കോടതി പരിഗണിക്കും. സുപ്രധാന ഡിജിറ്റൽ തെളിവുകൾ SITക്ക് ലഭിച്ചെന്ന് റിപ്പോർട്ട്. ഫോണിന്റെ വിദഗ്ധ പരിശോധന വേണമെന്ന് അന്വേഷണ സംഘം കോടതിയിൽ ആവശ്യപ്പെടും. കേരള കോൺഗ്രസ് എം നിർണായക സ്റ്റിയറിംഗ് കമ്മിറ്റി ഇന്ന് കോട്ടയത്ത്. മുന്നണി മറ്റ് അഭ്യൂഹങ്ങളിൽ ചർച്ച നടക്കും. UDF അനുകൂലികൾ നിലപാട് വ്യക്തമാക്കും. നടക്കുന്നത് തദ്ദേശ വിധിക്ക് ശേഷമുള്ള ആദ്യ നേതൃയോഗം. പന്തീരങ്കാവ് ടോളിനെതിരെ ഇന്നും പ്രതിഷേധം തുടരും. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ടോൾ പ്ലാസയിൽ കൂടുതൽ പോലീസുകാരെ വിന്യസിച്ചു. കാസർഗോഡ് കുമ്പള ടോൾ പിരിവിനെതിരായ ഹർജിയിൽ ഹൈക്കോടതി വിധി ഇന്ന്. ആഭ്യന്തര സംഘർഷം രൂക്ഷമായ ഇറാനിൽ നിന്നുള്ള ഇന്ത്യക്കാരുടെ ആദ്യ വിമാനം ഇന്ന് ഡൽഹിയിലെത്തും. ആദ്യഘട്ടത്തിൽ സ്ത്രീകളെയും വിദ്യാർത്ഥികളെയും നാട്ടിലെത്തിക്കാൻ ശ്രമം. നിലവിൽ ഇറാനിലുള്ളത് 10,000-ലധികം ഇന്ത്യക്കാർ. ജമ്മു കാശ്മീരിൽ നിയന്ത്രണ രേഖ മറികടന്ന് വീണ്ടും പാക് ഡ്രോണുകൾ. സാംബ, പൂഞ്ച്, രജൌരി സെക്ടറുകളിൽ ഡ്രോൺ സാന്നിധ്യം. അതിർത്തിയിൽ പാക് ഡ്രോണുകൾ പ്രത്യക്ഷപ്പെടുന്നത് ഒരാഴ്ചക്കിടെ 3-ാം തവണ. വെടിനിർത്തൽ പദ്ധതിയുടെ 2ാം ഘട്ട പ്രഖ്യാപനത്തിന് പിന്നാലെ ഗസയിലേക്ക് ഇസ്രായേൽ ആക്രമണം. കുട്ടികൾ ഉൾപ്പെടെ 8 പേർ കൊല്ലപ്പെട്ടെന്ന് റിപ്പോർട്ട്. നിരവധി പേർക്ക് പരിക്ക്. മരണസംഖ്യ ഉയർന്നേക്കും. വനിതാ പ്രീമിയർ ലീഗിൽ ഇന്ന് സൂപ്പർ പോരാട്ടം. സ്മൃതി മന്ദാനയുടെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ആഷ്ലി ഗാർഡനറുടെ ഗുജറാത്ത് ജയൻസിനെ നേരിടും. മത്സരം രാത്രി 7:30 നവി മുംബൈയിൽ. വിജയ് ഹസാരെ ട്രോഫി ഫൈനലിൽ വിദർഭയുടെ എതിരാളികളെ ഇന്നറിയാം. 2ാം സെമിയിൽ പഞ്ചാബ് സൗരാഷ്ട്രയെ നേരിടും. മത്സരം ഉച്ചയ്ക്ക് 1:30. കോപ്പ ഡെൽ റേയിലും ജയത്രയാത്ര തുടർന്ന് ബാഴ്സലോണ. റേസിംഗിനെ തോൽപ്പിച്ചത് ക്വാർട്ടറിൽ. ജയം എതിരില്ലാത്ത 2 ഗോളിന്. ഫെറാൻ ടോറസിനും ലെമിൻ യമാലിനും ഗോൾ. മുൻ ഭർത്താവിനെതിരെ ഗുരുതര ആരോപണവുമായി ബോക്സിംഗ് ഇതിഹാസം മേരി കോം. സ്വത്ത് കൊള്ളയടിച്ചതല്ലാതെ ഒരു ത്യാഗവും ഓർഡർ ചെയ്തിട്ടില്ലെന്ന് തുറന്നു പറച്ചിൽ. മേരിയുടെ മറുപടി, കരിയർ ദാനം ചെയ്തയാളാണ് താനെന്ന ഭർത്താവിന്റെ പരാമർശത്തിന് പിന്നാലെ വിവാഹമോചനത്തിന് കാരണം മേരിയുടെ വിവാഹേതര ബന്ധങ്ങളെന്ന അധിക്ഷേപവുമായി ഭർത്താവ്.